അപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അന്തിമ അനുമതി കൊടുക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 53 നിബന്ധനകളാണ്. ആ നിബന്ധനകളിൽ തന്നെ പറയുന്നുണ്ട് ഈ പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങുന്നിടത്തും അവസാനിക്കുന്നിടത്തുമായ ഭാഗത്ത് കൃത്യമായി കാലാവസ്ഥയെ മോണിറ്റർ ചെയ്യാനുള്ള സ്റ്റേഷനുകൾ സ്ഥാപിച്ചുകൊണ്ട് വേണം ഇത് മുന്നോട്ട് പോകാൻ. അങ്ങനെയെങ്കിൽ വളരെ കൃത്യമായി ഓരോ മണിക്കൂറിലും എന്ത് കിട്ടുന്നുണ്ട്, മഴയുടെ ലഭ്യതയെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം 25-ന് ചേർന്ന യോഗത്തിന്റെ മിനിറ്റ്സിൽ അക്കാര്യം പറയുക കൂടി ചെയ്യുന്നുണ്ട്. അതിലൊറ്റ കാര്യം കൂടി അതിനോടനുബന്ധിച്ച് പറയാനുള്ളത്, കാരണം പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി അനുമതി ലഭ്യമായപ്പോൾ നിർദ്ദേശിച്ച എൻവയോൺമെന്റൽ മാനേജ്മെന്റ് കമ്മിറ്റി EMC കൃത്യമായ സമയങ്ങളിൽ കൂടാനും ഇത് ജില്ലാ ഭരണകൂടവുമായും തദ്ദേശ ഭരണകൂടവുമായും നിരന്തരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ നിർദ്ദേശവും നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്ന് നോക്കണം. ഇനി അത് മാത്രമല്ല, അവിടെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ വേണം എന്നുള്ളതായിരുന്നു ഈ 53 നിബന്ധനകൾ. അത് ഉണ്ട് താനും, കാരണം ഈ കഴിഞ്ഞ ദിവസത്തെ മിനിറ്റ്സിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 263 മില്ലിമീറ്റർ മഴ 24 മണിക്കൂറിനുള്ളിൽ ലഭിച്ചിട്ടും അവിടെ പിന്നെ എങ്ങനെ തൊഴിലാളികൾ വന്നു, അവിടെ ഹിറ്റാച്ച് വെച്ച് എങ്ങനെ പണി നടന്നു എന്ന കാര്യത്തിന് ജില്ലാ ഭരണകൂടം ഉത്തരം പറയേണ്ടതാണ്. കാരണം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷ ചെയർമാനായിട്ടിരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. അവിടെ ഈ 20-ാം തീയതി ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഒരു ഉത്തരവ് ഇന്ന് പുറത്തുവിട്ടു. 20-ാം തീയതി ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ 20-ാം തീയതിക്ക് ശേഷം 26-ാം തീയതി ചേർന്ന യോഗത്തിന്റെ മിനിറ്റ്സ് പരിശോധിച്ചാൽ മറ്റൊരു കാര്യം കൂടി മനസ്സിലാവും. അവിടുന്ന് മണ്ണ് കൂട്ടത്തോടെ നീക്കം ചെയ്യുന്നത് അപകടമായ അവസ്ഥയുണ്ടാക്കുമെന്ന സൂചന നൽകുന്നുണ്ട് ആ മിനിറ്റ്സിൽ എന്നുള്ളതാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയേണ്ടത്, 25-ാം തീയതിയാണല്ലോ യോഗം ചേർന്നത്. ആ യോഗത്തിന്റെ മിനിറ്റ്സിൽ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. നിലവിൽ പദ്ധതി പ്രദേശത്ത് കൂട്ടിയിട്ട മണ്ണ് അപകട ഭീഷണിയുള്ളതിനാൽ മണ്ണിന്റെ ഉയരം കുറക്കാൻ വേണ്ട നടപടികൾ പാരിസ്ഥിതിക സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായം തേടാനും നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. എന്നിട്ട് പറയുവാണ്, നിലവിൽ സൈറ്റിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് എടുക്കുമ്പോഴുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വേണ്ട പ്രതിവിധി 2 ആഴ്ചക്കകം നൽകണമെന്ന് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതിയുടെ പ്രതിനിധി അറിയിച്ചു എന്ന്. 2 ആഴ്ച, 26 കഴിഞ്ഞു, ഇന്ന് സമയമായില്ല, സമയം ഇനിയുണ്ട് കേട്ടോ ദുരന്തത്തിന്. ഇങ്ങനെയാണ് നമ്മുടെ മിനിറ്റ്സുകളും നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന നടപടികളെക്കുറിച്ചും. അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഈ സീനിയർ എൻവയോൺമെന്റൽ സയന്റിസ്റ്റിന് ഇത് എങ്ങനെ മറികടക്കാം എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലേ? അയാളുടെ പ്രവൃത്തി പരിചയത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഈ മണ്ണ് ഇപ്പോൾ നീക്കം ചെയ്യാൻ പറ്റുമോ, ഇല്ല നീക്കം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇതിനെ എങ്ങനെ സംരക്ഷിച്ച് നിർത്തണം. അതിന് ഇനി 2 ആഴ്ച റിപ്പോർട്ട് കിട്ടിയിട്ട് ആ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ പോകുന്ന അവസ്ഥയിലേക്ക് ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഈ ഭരണ സംവിധാനങ്ങൾക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല.